ഹലോ ഡിയേഴ്സ്, എങ്ങനെ ഒരു CBI ഓഫീസർ ആവാം? സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. CBI എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായിട്ട് വരുന്നത് ഈ ഒരു ഇമേജ് ആണ്. സേതുരാം അയ്യർ CBI എല്ലാവർക്കും അറിയാവുന്നതാണ്. മമ്മൂട്ടി വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു സീരീസാണ്, സിനിമകളുടെ സീരീസാണ് സേതുരാം അയ്യർ CBI എന്ന് പറയുന്നത്. അതിൽ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയാം, കഥ അറിയാം, മമ്മൂട്ടി CBI വന്നതെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ എങ്ങനെയാണ് ഒരാൾക്ക് CBI ആവാൻ കഴിയുക? അതിനെന്താണ് പഠിക്കേണ്ടത്? ഏത് കോഴ്സാണ് കഴിയേണ്ടത്? അതിൻ്റെ യോഗ്യത എന്താണ്? എങ്ങനെയാണ് നിങ്ങൾക്ക് അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കുക? അതുപോലെ തന്നെ അതിനുള്ള ശമ്പളം എങ്ങനെയാണ്? എന്തൊക്കെ അലവൻസുകളാണ് അതിലുള്ളത്? ഏത് റാങ്കിലാണ് നിങ്ങൾക്ക് ആവുക? അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. കുട്ടികളെല്ലാവരും ഇത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. നിങ്ങൾക്ക് CBIയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റിഗേറ്റീവ് ഡിവിഷനിലേക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എങ്ങനെ അവിടേക്ക് എത്തിപ്പെടാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ വിശദമായി സംസാരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. CBI ആവാൻ താല്പര്യമുള്ള ആളുകൾക്ക് പ്രത്യേകം അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പം CBIയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പ്രധാനമായിട്ട് രണ്ട് വഴികളാണുള്ളത്. പക്ഷേ മൂന്നാമതൊരു വഴി കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് സിവിൽ സർവീസ് വഴി പോവുക എന്നുള്ളതാണ്. അതായത് സിവിൽ സർവീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സർവീസ് എക്സാമിനേഷനാണ്. UPSC നടത്തുന്ന സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് എന്ത് ചെയ്യുന്നത്? സിവിൽ സർവീസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. UPSCയുടെ സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് അതിൽ പല കാറ്റഗറിയാണ് ഉണ്ടാവുക. അതിൽ നിങ്ങൾക്ക് IPS കാറ്റഗറി ഉണ്ടാവും. IPS അല്ലെങ്കിൽ IRS ഒക്കെ ആവാവുന്നതാണ്. IPS കാറ്റഗറിയിലേക്ക് എത്തിയതിനു ശേഷം പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? CBIയിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടാവും. ഡെപ്യൂട്ടേഷൻ വഴിയൊക്കെ പോകാനുള്ള അവസരം ഉണ്ടാവും. അല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ ഉള്ളത്, പ്രധാനമായിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് സബ് ഇൻസ്പെക്ടർ റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞുള്ള എക്സാമിനേഷൻ വഴിയാണ്. അല്ലാതെ വിവിധ വകുപ്പുകളിലുള്ള ആളുകളുടെ ഡെപ്യൂട്ടേഷനിലും CBIയിലേക്ക് എത്താനുള്ള ഓപ്ഷൻ. ഇപ്പം നിങ്ങൾ ഇൻകം ടാക്സിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റേതെങ്കിലും വകുപ്പുകളിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ വകുപ്പിലുള്ള ആളുകൾക്ക്, സ്റ്റേറ്റ് പോലീസിന്റെ ഒക്കെ വിവിധ വകുപ്പിലുള്ള ആളുകൾക്കൊക്കെ വിവിധ വകുപ്പുള്ള ആളുകൾക്ക് ഓൺ ഡെപ്യൂട്ടേഷൻ അവർ CBIയിലേക്ക് പോവാറുണ്ട് എന്നതാണ്. ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട രണ്ട് വഴികളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒന്ന് സിവിൽ സർവീസ് വഴി എങ്ങനെ എത്താം, രണ്ട് SSC വഴി എങ്ങനെ എത്താം എന്നതാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തേത് എന്ന് പറയുന്നത് സിവിൽ സർവീസ് വഴി എത്തുന്നതാണ്. അത് ഗ്രേഡ് A പോസ്റ്റ് ആണ്. നിങ്ങളൊരു ഒരു SP റാങ്കിലേക്കൊക്കെയാണ് എന്ത് ചെയ്യുക? സിവിൽ സർവീസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത് IPS IRS ഓഫീസർ ആവാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് നിങ്ങൾ UPSCയുടെ ഘട്ടം എന്ന് പറയുന്നത് ആദ്യം നിങ്ങൾ പ്രിലിംസ് പാസ്സാവണം, അതിനുശേഷം പിന്നീട് മെയിൻസ് പാസ്സാവണം. മെയിൻസ് പാസ്സായതിനു ശേഷം നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ റാങ്ക് അനുസരിച്ച് നിങ്ങൾക്ക് IAS ആണോ IPS ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെ IPS കിട്ടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് UPSC എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി പറ്റുക. ഡിഗ്രി ഫൈനൽ ഇയർ ഉള്ള ആളുകൾക്കോ ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്കൊക്കെ എന്താ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? IPS IRS ഓഫീസർ ആയതിനു ശേഷം നിങ്ങൾക്ക് CBIയിലേക്ക് എത്തിപ്പെടാനുള്ള വഴി ഉണ്ടാവുന്നതാണ്. അത് നിങ്ങൾ എന്താണ് ഈ CBIയിൽ ഈ പറയുന്ന പോലെ IPS IRS ഉദ്യോഗസ്ഥരൊക്കെ പരിഗണിക്കാറുണ്ട്. അതിന് ഏജ് ലിമിറ്റ് ഉണ്ട്. 21 to 32 ഇയേഴ്സ് ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനമായിട്ടുള്ള ഏജ് ലിമിറ്റ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ റിലാക്സേഷൻസ് ഉണ്ട്. നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ചൊക്കെ റിലാക്സേഷൻ ഉണ്ടാവും എന്നുള്ളതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ വഴി, അതായത് ഇത് ഗ്രേഡ് A ആണ് കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രേഡ് BNC പോസ്റ്റുകളിലേക്ക് സബ് ഇൻസ്പെക്ടർ ആവാൻ വേണ്ടിയിട്ട് നടത്തുന്ന പരീക്ഷയാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ. അത് സബ് ഇൻസ്പെക്ടർ ആവാൻ CBIയിലേക്ക് വേണ്ടി മാത്രമല്ല, NIയിലേക്ക്, അതുപോലെ തന്നെ ഇൻകം ടാക്സിലേക്ക്, അങ്ങനെ വിവിധ വകുപ്പുകളിലേക്ക് വ്യത്യസ്ത പോസ്റ്റുകളിലേക്ക് നടത്തുന്ന എക്സാമിനേഷനാണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ എന്ന് പറയും. ഏകദേശം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഈ ഒരു എക്സാമിനേഷൻ കഴിഞ്ഞ് നിങ്ങൾ ഒരു സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കാണ് എത്തുക. നിങ്ങളുടെ ഒരു പേ ലെവൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു 44,900 മുതലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യാം. മാത്രമല്ല CBIയെ സംബന്ധിച്ചിടത്തോളം CBIക്ക് പ്രത്യേകമായിട്ടുള്ള അലവൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു മന്ത് സാലറി ഒക്കെ ഉണ്ടാവും. കാരണം ഇന്നൊരു ടൈം ലിമിറ്റും ടൈം ബൗണ്ട് വെച്ചു എന്നല്ല വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ടാവും ഒരു 1.5 ലക്ഷം വരെയൊക്കെ നിങ്ങൾക്ക് സാലറി കിട്ടാവുന്ന ജോബാണ് CBI എന്ന് പറയുന്നത്.
20 മുതൽ 30 വരെയാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതിലൊക്കെ ഏജ് റിലാക്സേഷൻ ഓരോ കാറ്റഗറിക്ക് അനുസരിച്ചുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ വഴിയും നിങ്ങൾക്ക് CBA എത്തിപ്പെടാൻ വേണ്ടി സാധിക്കും. അതിൻ്റെയും ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടാവണം എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അങ്ങനെ 2 വഴികളെ കുറിച്ച് പറഞ്ഞു. മൂന്നാമത്തെ ഒരു വഴി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഡെപ്യൂട്ടേഷൻ വഴി വിവിധ വകുപ്പുകളിലൂടെ എത്തിപ്പെടാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി SSCയുടെ എങ്ങനെയാണ് SSCയുടെ സ്വഭാവം എന്നുള്ളത് കൂടി നമുക്കൊന്ന് നോക്കാം. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇത് വ്യത്യസ്ത ടയറുകളിലായിട്ടാണ് നടക്കുന്നത്. ടയർ 1 എന്നൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. അതിനുശേഷം ടയർ 2ലേക്ക് എത്തും, അത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. ടയർ 3ലേക്ക് വരുന്ന സമയത്ത് ഒരു പെൻ ആൻഡ് പേപ്പർ മോഡ് എക്സാമിനേഷൻ, അത് ഡിസ്ക്രിപ്റ്റീവ് സ്വഭാവത്തിലുള്ള പേപ്പറാണ് വരുന്നത്. ടയർ 4 ഒരു കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റും നിങ്ങളുടെ സ്കിൽ ടെസ്റ്റും നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഒക്കെ ആണ് വരുന്നത്. ഈ ഒരു സ്വഭാവത്തിലാണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ വരുന്നത്. അപ്പം SSC എക്സാമിനേഷൻ ആണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുവഴി സബ് ഇൻസ്പെക്ടർ ആവാനുള്ള, SI ആവാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. SI റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് പടിപടിയായിട്ട് കയറിപ്പോയി CBIയിലെ ടോപ്പ് റാങ്ക് പൊസിഷനിലേക്ക് വരെ എത്തിപ്പെടാനുള്ള ഓപ്ഷൻ ഉണ്ടാവുന്നതാണ്. അങ്ങനെ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങളൊരു ഫിസിക്കൽ ഫിറ്റ്നസ്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡ്സ്? നിങ്ങളുടെ ഹൈറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹൈറ്റ് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫോർ മെൻ 165 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവണം. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം 150 സെന്റിമീറ്റർ ആയിരിക്കണം അവരുടെ ഹൈറ്റ് എന്നുള്ളതാണ്. അത് ഹിൽസ്മെൻ ആൻഡ് ട്രൈബൽസിനെ സംബന്ധിച്ചിടത്തോളം 5 സെന്റിമീറ്റർ റിലാക്സേഷൻ ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. നിങ്ങളുടെ ചെസ്റ്റ് വിഡ്സ് 76 സെന്റിമീറ്റർ വിത്ത് എക്സ്പാൻഷൻ, നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 76 സെന്റിമീറ്റർ ഉണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത്. ദർ ഷാൾ ബി നോ സച്ച് റിക്വയർമെന്റ് ഇൻ കേസ് ഓഫ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അത് റിക്വയർമെന്റ് ഉള്ളത് ഫോർ മെയിൽ കാൻഡിഡേറ്റ്സ് ഓൺലി എന്നുള്ളതാണ്. നിങ്ങളുടെ വിഷൻ പ്രധാനപ്പെട്ടതാണ്. ഐ സൈറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. eyesight with or without glasses. Distance vision 6/6 in one and 6/9 in the other eye. ഒരു കണ്ണിന് 6/6 6/9 ഉണ്ടാവണം. നിയർ വിഷൻ 0.6 in one eye and 0.8 in other eye. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉള്ള സ്വഭാവത്തിൽ പറയുന്നത്. കാരണം CBI എന്ന് പറയുന്നത് വളരെ റിഗറസ് ആയിട്ട് നിങ്ങൾ വളരെ ഹാർഡ് വർക്ക് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനാണ്. വളരെ ഇപ്പോൾ RTI പോലും ഇല്ലാത്ത, നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടാത്ത സ്വഭാവത്തിലുള്ള മേഖലയാണ് CBI എന്ന് പറയുന്നത്. കാരണം അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കേസുകളൊക്കെ കൈകാര്യം ചെയ്യേണ്ട ആളുകളായിരിക്കും CBI ഓഫീസർ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഫ്രോഡുലൻ കേസുകൾ, അതുപോലെ തന്നെ പല ആളുകളൊക്കെയുള്ള ലുക്കൗട്ട് നോട്ടീസൊക്കെ പുറപ്പെടുവിക്കുന്നതൊക്കെ നിങ്ങളൊരു പക്ഷേ വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ചെയ്യുന്ന CBI ആണ്. അത്തരം അന്വേഷണങ്ങളൊക്കെ, പ്രധാനമായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തുന്നത് CBI ആണ് എന്നുള്ളതാണ്. അങ്ങനെ CBIയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായിട്ടുള്ള ചില സ്കില്ലുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഏത് കരിയർ മേഖല തിരഞ്ഞെടുക്കുകയാണെങ്കിലും അതിനെ സ്കില്ല് കൂടി വെച്ചുകൊണ്ട് വേണം നമ്മൾ തീരുമാനിക്കാൻ. CBI ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൊഫഷൻ ആയിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് അതിനനുസരിച്ച് സ്കില്ലുണ്ടോ? നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള അനലിറ്റിക്കൽ ആൻഡ് ലോജിക്കൽ തിങ്കിങ് സ്കിൽ ഉണ്ടാവണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അനലിറ്റിക്കലി അനലൈസ് ചെയ്യാനും ലോജിക്കലി തിങ്ക് ചെയ്യാനും ഒക്കെയുള്ള സംഗതിയാണ്. നിങ്ങളൊരു പക്ഷേ CBI സിനിമ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നത് എങ്ങനെയാണ് കേസിൻ്റെ ചുരുളഴിക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം അതിനെ ഡിഡക്റ്റ് ചെയ്യാനും ഡിഡക്റ്റീവ് സ്കില്ലൊക്കെ ഉണ്ടാവുന്ന സ്വഭാവത്തിലുള്ള ആളായിരിക്കണം CBI ഓഫീസർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി സ്കിൽ ഉണ്ടാവണം, മുന്നോട്ട് നയിക്കാനൊക്കെ ഉണ്ടാവണം. കാരണം പല പ്രതിസന്ധികളും ഉണ്ടാവും. കാരണം ഏത് കേസും വളരെ രൂക്ഷമായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് പിന്നീട് ലാസ്റ്റ് റിസോർട്ട് എന്നുള്ള രീതിയിൽ CBIയിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിനൊക്കെ നയിക്കാനൊക്കെ ഉള്ള കപ്പാസിറ്റി ഉണ്ടാവണം. പിന്നെ ഇൻറ്റഗ്രിറ്റി, ഹോണസ്റ്റി ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സത്യസന്ധമായിട്ട് പണിയെടുക്കുകയും അതിനനുസരിച്ച് നിങ്ങൾക്ക് സാലറീഡ് ആയിട്ട് വർക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാവുക. മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വലിയ സ്ട്രെസ്സിലൂടെ പോകുന്ന സ്ട്രെസ്, വർക്ക് അണ്ടർ പ്രഷർ, അതായത് നിങ്ങൾക്ക് വർക്ക് എന്ന് പറയുന്നത് വളരെ പ്രഷറിലായിരിക്കും ഉണ്ടാവുക. കാരണം പല രീതിയിലുള്ള പ്രഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സമൂഹത്തിൽ നിന്നുള്ള പ്രഷർ, പൊളിറ്റിക്കൽ പ്രഷർ, അങ്ങനെയൊക്കെയുള്ള പ്രഷേഴ്സൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം CBI എന്ന് പറയുന്നത് അങ്ങനെയുള്ള കേസുകൾ, വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കേസുകളൊക്കെ അന്വേഷിച്ചുകൊണ്ടുള്ളതാണ്. പക്ഷേ ജോലി എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾക്ക് വളരെയധികം സെക്യൂരിറ്റി തരുന്ന, വളരെ സേഫ്നെസ് തരുന്ന, നിങ്ങൾക്ക് ഫിനാൻഷ്യലി സെക്യൂർ ആകാൻ പറ്റുന്ന, എല്ലാ അർത്ഥത്തിലുള്ള അലവൻസുകളും പ്രൊവൈഡ് ചെയ്യുന്ന, അതുപോലെ തന്നെ നിങ്ങൾക്ക് സൊസൈറ്റിയിൽ ഒരു സ്റ്റാറ്റസ് തരുന്ന ഒരു ജോബ് കൂടിയാണ് CBI, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ CBIയിൽ പോകാൻ താല്പര്യമുള്ള ആളുകൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രിപ്പറേഷനൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ പ്രിപ്പറേഷനൊക്കെ തുടങ്ങുക. SSC എക്സാമിനേഷനൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ UPSC എക്സാമിനേഷനൊക്കെ പ്രിപ്പയർ ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ കൂടിയാണ് CBI എന്ന് പറയുന്നത്. അപ്പോൾ CBI ഓഫീസർ ആവാൻ താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.